ഒരു പ്രേതത്തിന് ശരിക്കും ഒരു കൊലക്കേസ് തെളിയിക്കാൻ പറ്റുമോ? കേൾക്കുമ്പോൾ അത് ഒരു ഹൊറർ സിനിമയുടെ കഥ പോലെ തോന്നും. പക്ഷേ ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ച അഹമ്മദാബാദ് ഗോസ്റ്റ് മർഡർ കേസ് അതിലും വിചിത്രമായിരുന്നു. എല്ലാവർക്കും മിത്തോസ് മലയാളിയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു വീട്, 30 വർഷത്തിലേറെയായി ആരും താമസിക്കാത്ത ഒരു വീട്. രാത്രിയായാൽ അകത്ത് നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുമെന്ന് നാട്ടുകാർ വിശ്വസിച്ച ഒരു വീട്. ആ വീട്ടിലേക്ക് കയറുന്നവർക്ക് വിചിത്രമായ സ്വപ്നങ്ങൾ കാണുമെന്നും ആരോ തങ്ങളെ നോക്കി നിൽക്കുന്നത് പോലെ തോന്നുമെന്നും പലരും പറഞ്ഞിരുന്നു. അതിലും ഭയാനകമായ ഒരു കാര്യം, ആ വീട്ടിനുള്ളിൽ ആരോ കുഴിച്ചിട്ട ഒരു രഹസ്യം. 34 വർഷം ആരും കണ്ടെത്താത്ത ഒരു മൃതദേഹം. പിന്നീട് ആ കുടുംബം അനുഭവിച്ച അസാധാരണ സംഭവങ്ങളും ആത്മാവ് സംസാരിക്കുന്നു എന്ന വിശ്വാസവും പോലീസിനെ വീണ്ടും ആ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. പക്ഷേ ഈ കഥ ശരിക്കും ഒരു പ്രേതകഥയാണോ, അതോ മനുഷ്യരുടെ അത്യാഗ്രഹവും ക്രൂരതയും നിശബ്ദതയും ചേർന്ന് സൃഷ്ടിച്ച ഒരു കൊലപാതകത്തിന്റെ കഥയാണോ? ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കോൾ കേസുകളിൽ ഒന്നായ അഹമ്മദാബാദ് ഗോസ്റ്റ് മർഡർ കേസ്. ഈ വീഡിയോയിൽ പറയുന്ന സംഭവങ്ങൾ ദേശീയ മാധ്യമ റിപ്പോർട്ടുകളും അന്വേഷണവുമായി ബന്ധപ്പെട്ട ലഭ്യമായ വിവരങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ കേസിൽ പ്രചരിച്ച പ്രേതം എന്ന ഭാഗം ചിലരുടെ അനുഭവങ്ങളെയും പിന്നീട് രൂപപ്പെട്ട വിശ്വാസങ്ങളെയും കുറിച്ചുള്ളതാണ്. എന്നാൽ കേസ് വീണ്ടും തുറക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും സത്യം പുറത്തു കൊണ്ടുവരികയും ചെയ്തത് പോലീസ് ഫോറൻസിക് വിദഗ്ധരുമായിരുന്നു. അപ്പോൾ നമുക്ക് സമയം പിന്നിലേക്ക് തിരിക്കാം, ഏകദേശം 3 പതിറ്റാണ്ടുകൾ പിന്നിലേക്ക്. ഗുജറാത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരത്തിലൊന്നാണ് അഹമ്മദാബാദ്. ഇന്ന് ആകാശം തുറന്ന കെട്ടിടങ്ങളും തിരക്കേറിയ റോഡുകളും വ്യവസായങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ നഗരം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മറ്റൊരു മുഖമായിരുന്നു. ഇടുങ്ങിയ വഴികൾ, ചെറിയ റെസിഡൻഷ്യൽ കോളനികൾ, പരസ്പരം എല്ലാവരെയും അറിയുന്ന അയൽവാസികൾ, വൈകുന്നേരങ്ങളിൽ വീടുകളുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന കുടുംബങ്ങൾ. എന്നാൽ ഓരോ നഗരത്തിനും ആർക്കും അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട്. ചില വീടുകൾ ചുമരുകൾക്കുള്ളിൽ മനുഷ്യരുടെ ചിരിയല്ല, വേദനകളാണ് ഒളിപ്പിച്ചു വയ്ക്കുന്നത്. ആ രഹസ്യങ്ങൾ ചിലപ്പോൾ വർഷങ്ങളോളം പുറത്തു വരില്ല. പക്ഷേ ഒരിക്കൽ പുറത്തു വന്നാൽ ആ വീടിന്റെ ചരിത്രം തന്നെ മാറിപ്പോകും. അത്തരമൊരു വീട്ടിലേക്കാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അന്ന് ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോണുകളില്ല, വാട്സാപ്പ് ഇല്ല, ഗൂഗിൾ മാപ്സ് ഇല്ല. ഓരോ തെരുവിലും CCTV ക്യാമറകളും ഇല്ല. ഒരു വ്യക്തി ഒരു ദിവസം കാണാതായാൽ അവനെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ വളരെ പരിമിതമായിരുന്നു. പോലീസ് ബന്ധുക്കളെ ചോദ്യം ചെയ്യും, അയൽവാസികളോട് സംസാരിക്കും, ലഭ്യമായ രേഖകൾ പരിശോധിക്കും. പലപ്പോഴും കുടുംബം പറഞ്ഞ വിവരങ്ങളായിരുന്നു അന്വേഷണത്തിന് ഏറ്റവും വലിയ അടിസ്ഥാനം. പ്രത്യേകിച്ച് ഒരു മുതിർന്ന വ്യക്തി സ്വമേധയാ വീട് വിട്ടു പോയതാണെന്ന് കുടുംബം പറഞ്ഞാൽ അത് തെളിയിക്കാൻ ഉടൻ തന്നെ മറ്റൊരു തെളിവ് ലഭിക്കുക എളുപ്പമായിരുന്നില്ല. അതിനാൽ ചില കാണാതാകൽ കേസുകൾ വർഷങ്ങളോളം ഫയലുകളിൽ ഉറങ്ങിക്കിടക്കും. ചിലത് ഒരിക്കലും പരിഹരിക്കപ്പെടുകയും ചെയ്യില്ല. അത്തരമൊരു കാലഘട്ടത്തിലാണ് ഈ കഥയുടെ ആരംഭം. ഒരു യുവതി, പേര് ഫർസാന. സ്വപ്നങ്ങളുള്ള സാധാരണ ജീവിതം ആഗ്രഹിച്ച ഒരു യുവതി. വിവാഹം പലർക്കും പോലെ അവൾക്കും ഒരു പുതിയ തുടക്കമായിരുന്നു. പുതിയ വീട്, പുതിയ കുടുംബം, പുതിയ പ്രതീക്ഷകൾ. എല്ലാം നല്ലതാകുമെന്ന് അവളും കരുതിയിരുന്നു. പക്ഷേ ജീവിതം എല്ലാവർക്കും ഒരേ കഥ എഴുതാറില്ല. വിവാഹത്തിന് ശേഷം എന്തൊക്കെയോ മാറിത്തുടങ്ങി. പുറത്തുള്ളവർക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. കാരണം പല ഇന്ത്യൻ കുടുംബങ്ങളിലും വീട്ടിനുള്ളിലെ പ്രശ്നങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ അവസാനിക്കും. അയൽവാസികൾ കാണുന്നത് ചിരിക്കുന്ന മുഖങ്ങളാണ്. പക്ഷേ അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പലപ്പോഴും ആരും അറിയാറില്ല. ഇതാണ് പല കേസുകളിലും അന്വേഷണത്തിനെ സങ്കീർണമാക്കുന്ന ഏറ്റവും വലിയ കാരണം. കാലം കടന്നുപോയപ്പോൾ ഫർസാനയെ പുറത്തു കാണുന്നത് കുറഞ്ഞു. ആദ്യമൊക്കെ ആരും അത് കാര്യമായി എടുത്തില്ല. പിന്നീട് അവളെ ആരും കാണുന്നില്ല. ആഴ്ചകൾ കടന്നു, മാസങ്ങൾ കടന്നു. ചില ബന്ധുക്കൾ ചോദിക്കാൻ തുടങ്ങി, ഫർസാന എവിടെയാണ്? ഓരോ തവണയും മറുപടി തയ്യാറായിരുന്നു. അവൾ ബന്ധുവീട്ടിലേക്ക് പോയി. ചിലരോട് അവൾ ഇനി ഇവിടെ താമസിക്കുന്നില്ല.
മറ്റു ചിലരോട് അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ്. ആദ്യമൊക്കെ ഈ മറുപടികൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ കാലത്ത് ഒരു വ്യക്തി മറ്റൊരു നഗരത്തിലേക്ക് താമസം മാറുന്നതും കുടുംബവുമായി ബന്ധം കുറയുന്നതും അസാധാരണമായ കാര്യമായിരുന്നില്ല. മൊബൈൽ ഫോണുകളില്ല, സോഷ്യൽ മീഡിയയില്ല, ദിവസേന വീഡിയോ കോൾ ചെയ്യാനുള്ള സൗകര്യവുമില്ല. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വിവരം മറ്റുള്ളവർ അറിയുന്നത് കുടുംബം പറയുന്നതിലൂടെയായിരുന്നു. അതുകൊണ്ട് കാലം കടന്നുപോകുന്തോറും ചോദ്യങ്ങൾ കുറഞ്ഞു, സംശയങ്ങളും കുറഞ്ഞു. പക്ഷേ ഒരു കാര്യം മാത്രം മാറിയില്ല. ഫർസാന തിരികെ വന്നില്ല. അവളിൽ നിന്ന് ഒരു കത്തുപോലും വന്നില്ല, ഒരു സന്ദേശം പോലുമില്ല. എന്നിട്ടും ജീവിതം മുന്നോട്ടു പോയി. ആളുകൾ അവളെക്കുറിച്ച് സംസാരിക്കുന്നത് പതുക്കെ പതുക്കെ അവസാനിച്ചു. എന്നാൽ ചരിത്രം പിന്നീട് തെളിയിച്ചതുപോലെ ചില നിശബ്ദതകൾ സാധാരണ നിശബ്ദതകളല്ല. അവ ഒളിപ്പിച്ചു വെച്ച സത്യങ്ങളുടെ നിശബ്ദതയാണ്. ആ സത്യം മണ്ണിനടിയിൽ ആരെങ്കിലും കണ്ടെത്താൻ കാത്തുകിടക്കുകയായിരിക്കും. 1992 ഫർസാനയെ അവസാനമായി ജീവനോടെ കണ്ടത് അവളുടെ സ്വന്തം വീട്ടിലായിരുന്നു. അതിനുശേഷം അവളെ ആരും കണ്ടില്ല. ഒരു ഫോൺ വിളിയില്ല, ഒരു കത്തില്ല, ബന്ധുക്കളെ നേരിൽ കാണാനും പോയിട്ടില്ല. ഇതൊക്കെ കണ്ടുനിന്ന ചിലർക്ക് ചെറിയ സംശയം തോന്നി. പക്ഷേ സംശയം മാത്രം. ഒരു കുറ്റകൃത്യം തെളിയിക്കാൻ അത് മതിയാകില്ല. തെളിവുകൾ വേണം. അവ അന്ന് ആരുടെയും കൈവശം ഉണ്ടായിരുന്നില്ല. ഒരു കുറ്റകൃത്യം നടന്നാൽ കുറ്റവാളി ആദ്യം ആശ്രയിക്കുന്നത് ആയുധത്തെയോ പണത്തെയോ അല്ല, സമയത്തെയാണ്. കാരണം സമയം കടന്നുപോകുമ്പോൾ മനുഷ്യരുടെ ഓർമ്മകൾ മങ്ങും. സാക്ഷികൾ സംഭവങ്ങളുടെ ചെറിയ വിശദാംശങ്ങൾ മറക്കും. അയൽവാസികൾ പുതിയ ജീവിതത്തിലേക്ക് നീങ്ങും. പോലീസ് ഉദ്യോഗസ്ഥർ മാറും. പഴയ രേഖകൾ ഫയലുകളുടെ അടിയിലേക്ക് പോകും. ചില കേസുകൾ അവസാനം ആരും അന്വേഷിക്കാത്ത ഓൾഡ് കേസ് ആയി മാറും. ഈ കേസിലും അതുതന്നെയായിരുന്നു സംഭവിച്ചത്. കാലം മുന്നോട്ടു പോയി. എല്ലാവരും കരുതി ഈ കഥ ഇവിടെ അവസാനിച്ചു എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഇപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്. വർഷങ്ങൾക്കു ശേഷം അന്വേഷകർ പഴയ വിവരങ്ങൾ വീണ്ടും പരിശോധിച്ചപ്പോൾ ഒരു ചോദ്യം അവരുടെ മനസ്സിൽ വീണ്ടും ഉയർന്നു. ഫർസാന ശരിക്കും ആ വീട്ടിൽ നിന്ന് പുറത്തു പോയിരുന്നോ? കുറ്റാന്വേഷണ വിദഗ്ധർ പറയുന്നത് പല കൊലപാതകങ്ങളിലും കുറ്റവാളികൾ ആദ്യ മണിക്കൂറുകളിൽ പരിഭ്രാന്തിയിലായിരിക്കും എന്നാണ്. അവരുടെ ലക്ഷ്യം കുറ്റം മറയ്ക്കുക എന്നതാണ്. ചിലർ മൃതദേഹം ദൂരെ എത്തിക്കും, ചിലർ കത്തിക്കാൻ ശ്രമിക്കും, ചിലർ വെള്ളത്തിൽ ഉപേക്ഷിക്കും. എന്നാൽ ചില കേസുകളിൽ കുറ്റകൃത്യം നടന്ന സ്ഥലം തന്നെയാണ് മൃതദേഹം മറയ്ക്കാൻ ഉപയോഗിക്കുന്നത്. കാരണം അവർക്കറിയാം ആ വീട്ടിലെ ഓരോ കോളും. ആരും സംശയിക്കില്ല എന്ന ആ ഓവർ കോൺഫിഡൻസ് തന്നെയാണ് ഇതിന് കാരണം. വർഷങ്ങൾ കടന്നുപോയി. ആ വീട് പതുക്കെ ഉപേക്ഷിക്കപ്പെട്ടു. ജനലുകളുടെ ചില്ലുകൾ പൊട്ടി, ചുമരുകളിൽ വിള്ളലുകൾ വീണു. പുല്ലും വള്ളികളും വീടിനെ വിഴുങ്ങാൻ തുടങ്ങി. രാത്രിയായാൽ അവിടെ കാറ്റ് വീശുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലും ആളുകളെ ഭയപ്പെടുത്താൻ തുടങ്ങി. അവിടെ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടവരുണ്ട്. വെളുത്ത വസ്ത്രം ധരിച്ച ആരോ ജനലിലൂടെ നോക്കുന്നത് കണ്ടവരുണ്ട്. അകത്ത് കയറിയപ്പോൾ അസ്വാഭാവികമായ ഭയം തോന്നിയവരുണ്ട്. വർഷങ്ങളോളം വായ്മൊഴിയായി ഈ കഥകൾ പ്രചരിച്ചു. ഇവയിലൊന്നും ഔദ്യോഗിക തെളിവുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു കാര്യം എന്തായാലും സംഭവിച്ചു. ആ വീടിനെ ആളുകൾ വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങി. 2025 ആ പഴയ വീടുമായി ബന്ധപ്പെട്ട ചിലർ അസാധാരണ അനുഭവങ്ങൾ ഉണ്ടായതായി പറഞ്ഞു. ചിലർ ആവർത്തിച്ച് ഒരേ സ്ത്രീയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ടതായി പറഞ്ഞു. ചിലർ വീട്ടിനുള്ളിൽ വിശദീകരിക്കാൻ കഴിയാത്ത അസ്വസ്ഥത അനുഭവിച്ചതായി പറഞ്ഞു. ഈ അനുഭവങ്ങൾ അവരെ ആത്മീയ സഹായം തേടാൻ പ്രേരിപ്പിച്ചു. പിന്നീട് ഈ വിവരങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിലുമെത്തി. പോലീസ് രേഖകൾ പരിശോധിച്ചു. ഒരു പേർ വീണ്ടും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു: ഫർസാന. അപ്പോൾ അന്വേഷകർ തീരുമാനിച്ചു, ആ വീട് സമഗ്രമായി പരിശോധിക്കണം. പോലീസ് ഫോറൻസിക് സംഘത്തോടൊപ്പം വീട്ടിലെത്തി. സ്ഥലം ആദ്യം സുരക്ഷിതമാക്കി. ഓരോ മുറിയും ഫോട്ടോ എടുത്തു, വീഡിയോ രേഖപ്പെടുത്തി. തുടർന്ന് സംശയകരമെന്ന് തോന്നിയ ഭാഗം അടയാളപ്പെടുത്തി കുഴിയെടുക്കാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ മണ്ണിനടിയിൽ വെളുത്ത നിറത്തിലുള്ള എന്തോ കണ്ടു. അത് കല്ലല്ല, ഒരു മരകഷ്ണവുമല്ല,
ഒരു മനുഷ്യന്റെ അസ്ഥിയായിരുന്നു. ഉടൻ തന്നെ കുഴിയെടുക്കൽ നിർത്തി സ്ഥലം പൂർണ്ണമായും സുരക്ഷിതമാക്കി. ഫോറൻസിക് വിദഗ്ധർ കയറുകളും പ്രത്യേക ഉപകരണങ്ങളുമായി ഓരോ ഇഞ്ച് മണ്ണും പതുക്കെ നീക്കി തുടങ്ങി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഭയാനകമായ സത്യം പുറത്തു വന്നു. അവിടെ ഒരു പൂർണ്ണ മനുഷ്യ അസ്ഥിക്കൂടം 34 വർഷം മണ്ണിനടിയിൽ കിടന്നിരുന്നു. ഒരു മനുഷ്യന്റെ അവസാന സാക്ഷ്യം. ആ നിമിഷം വരെ ആ വീട്ടിനെ കുറിച്ച് ആളുകൾ പറഞ്ഞിരുന്നത് കഥകളായിരുന്നു, പ്രേതങ്ങളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളായിരുന്നു. പക്ഷെ ഇനി പോലീസിന്റെ മുന്നിലുണ്ടായിരുന്നത് ഒരു യഥാർത്ഥ തെളിവ്. വീട്ടിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥിക്കൂടം അതീവ സുരക്ഷയോടെ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് മാറ്റി. ഇത് സാധാരണ പരിശോധനയായിരുന്നില്ല. കാരണം 3 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള അസ്ഥികളിൽ നിന്ന് വ്യക്തമായ വിവരങ്ങൾ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫോറൻസിക് വിദഗ്ധർ ഓരോ അസ്ഥിയും പ്രത്യേകം പരിശോധിച്ചു. ഫർസാനയുടെ ബന്ധുക്കളിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ചു. ഇന്ന് ഫോറൻസിക് ശാസ്ത്രം വളരെ മുന്നോട്ടു പോയിട്ടുണ്ട്. ഈ പരിശോധനകൾക്ക് ശേഷം അന്വേഷകർ കാത്തിരുന്ന റിപ്പോർട്ടെത്തി. റിപ്പോർട്ടിലെ നിഗമനം വ്യക്തമായിരുന്നു. ഈ അസ്ഥിക്കൂടം 1992 കാണാതായ ഫർസാനയുടേത് തന്നെയാണ്. 34 വർഷമായി ആ കുടുംബം പറഞ്ഞിരുന്ന കഥ ഒരു നിമിഷം കൊണ്ട് തകർന്നുപോയി. ഇനി ഇത് കാണാതായ ഒരാളുടെ കേസ് മാത്രമല്ല, ഇതൊരു കൊലപാതക കേസായി മാറി. ഒരു അസ്ഥിക്കൂടം, അത് പുരുഷന്റേതോ സ്ത്രീയുടേതോ എന്ന് സൂചിപ്പിക്കും. ഏകദേശം പ്രായം പറയാൻ സഹായിക്കും. ചിലപ്പോൾ മരണത്തിന് മുൻപുണ്ടായ ഗുരുതര പരുക്കളുടെ അടയാളങ്ങളും വർഷങ്ങൾ കഴിഞ്ഞാലും അസ്ഥികളിൽ അവശേഷിക്കാം. ഈ കേസിലും 34 വർഷം നിശബ്ദമായിരുന്ന തെളിവുകൾ വീണ്ടും അന്വേഷണത്തിന് വഴികാട്ടിയായി. DNA റിപ്പോർട്ടിന് ശേഷം പോലീസ് വീണ്ടും പഴയ ഫയലുകൾ തുറന്നു. 30 വർഷം മുമ്പ് രേഖപ്പെടുത്തിയ മൊഴികൾ വീണ്ടും വായിച്ചു. അന്നത്തെ അയൽവാസികൾ, ബന്ധുക്കൾ, സംഭവവുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകൾ എല്ലാവരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവിടെയാണ് പോലീസിന് വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ തുടങ്ങിയത്. ചിലർ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നതുമായി പൊരുത്തപ്പെടുന്നില്ല. ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികൾ ലഭിച്ചില്ല. ഓരോ പുതിയ മൊഴിയും 1992 ആ ദിവസത്തെ വീണ്ടും പുനർനിർമ്മിക്കാൻ സഹായിച്ചു. അന്വേഷകരുടെ നിഗമനം വ്യക്തമായിരുന്നു. ഫർസാന വീട്ടിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. ശേഷം കുറ്റകൃത്യം മറച്ചുവെക്കാൻ മൃതദേഹം വീട്ടിനുള്ളിൽ കുഴിച്ചുമൂടി. പിന്നീട് അവൾ സ്വയമേധയാ പുറത്തുപോയെന്ന് വർഷങ്ങളോളം ആളുകളെ വിശ്വസിപ്പിച്ചു. എന്നാൽ ഈ കേസിലെ ഏറ്റവും വലിയ ചോദ്യം, ഫർസാനയെ കൊല്ലാൻ കാരണം എന്തായിരുന്നു? ഈ കൊലപാതകത്തിന് പിന്നിൽ ഒരു സാധാരണ തർക്കമല്ല, മറിച്ച് വർഷങ്ങളായി വളർന്നു വന്ന കുടുംബപരവും വ്യക്തിപരവുമായ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നെന്നാണ് പോലീസിന്റെ സംശയം. പോലീസ് അന്വേഷണത്തിൽ പ്രധാന സംശയം ഫർസാനയുടെ ഭർത്താവായ ഷംസുദ്ദീൻ കേദാവാലയിലേക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റു ചിലരിലേക്കും നീങ്ങി. ഫർസാനയും ഷംസുദ്ദീനും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കുടുംബത്തിനുള്ളിലെ സംഘർഷങ്ങളും ഈ കൊലപാതകത്തിന് പിന്നിൽ കാരണങ്ങളായി പ്രവർത്തിക്കുമെന്നാണ് പോലീസിന്റെ സംശയം. 27 വയസ്സുകാരനായ ടാക്സി ഡ്രൈവറായ ഷംസുദ്ദീൻ ഖേദാവാല മുംബൈ സ്വദേശിയായ ഫർസാനയെ വിവാഹം ചെയ്തു. എന്നാൽ വിവാഹത്തിന് പിന്നാലെ തന്നെ അവരുടെ കുടുംബജീവിതത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ആരംഭിച്ചതായാണ് അന്വേഷണത്തിൽ പറയുന്നത്. പോലീസ് അന്വേഷണത്തിൽ പറയുന്നതനുസരിച്ച് സ്വത്ത് അവകാശവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഫർസാനയുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇരുവരുടെയും ബന്ധത്തിൽ വലിയ സംഘർഷങ്ങൾക്ക് കാരണമായിരുന്നു. അന്വേഷണത്തിൽ ഉയർന്നുവന്ന മറ്റൊരു ആരോപണം ഫർസാന വിവാഹത്തിനു ശേഷവും ലൈംഗിക തൊഴിലിൽ തുടരുകയായിരുന്നു എന്നതായിരുന്നു. ഈ വിഷയം കുടുംബത്തിനുള്ളിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമായി എന്നാണ് പോലീസിന്റെ ആരോപണം. ഈ പ്രശ്നങ്ങളാണ് പിന്നീട് ഒരു കൊലപാതക ഗൂഢാലോചനയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് ഷംസുദ്ദീൻ തന്റെ സഹോദരനായ ഇക്ബാലിനും മറ്റു 2 പേർക്കുമൊപ്പം ചേർന്ന് ഫർസാനയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടു. ശേഷം മൃതദേഹം ആരും കണ്ടെത്താതിരിക്കാനായി ഏകദേശം 18 അടി താഴ്ചയിൽ കുഴിച്ചുമൂടി. അതിനു മുകളിൽ സിമന്റ് ഉപയോഗിച്ച് അടച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ചിലപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അടച്ചിട്ട വാതിലുകളിൽ തന്നെ
കുടുങ്ങിപ്പോകും. ഫർസാനയുടെ കാര്യത്തിലും 34 വർഷം കഴിഞ്ഞാണ് മണ്ണിനടിയിൽ മറച്ചുവെച്ച സത്യം പുറത്തു വന്നത്. ഒരു കുറ്റകൃത്യം മറച്ചുവെക്കാൻ സമയം സഹായിച്ചേക്കാം, പക്ഷെ ഒടുവിൽ അതേ സത്യം പുറത്തു വരാനുള്ള വഴിയും സമയം തന്നെ ഒരുക്കും. ഈ കഥ ഒരു പ്രേതത്തിന്റെ കഥയായിരിക്കാം എന്ന് പലരും വിശ്വസിച്ചു. പക്ഷേ ചരിത്രം ഇത് മറ്റൊരു രീതിയിൽ ഓർത്തുവെക്കും. സത്യം ഒരിക്കലും മരിക്കില്ല എന്നതിൻ്റെ തെളിവായി. എല്ലാവർക്കും നന്ദി.